ഒരു സാധാരണഗതിയിലുള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലാതെ തന്നെ ഓറൽ സെക്സ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ഇതെല്ലാം സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ റേപ്പിൻ്റെ ഡെഫിനിഷനിൽ വന്നിട്ടുണ്ട്. ഇല്ലാതെ തന്നെ ഹൈമൻ ബ്രേക്കേജ് വന്നിട്ടുള്ള കുട്ടികളും ഉണ്ടാവില്ലേ? ഉണ്ടാവാം. ഹൈമൻ ഇൻ്റർകോഴ്സ് അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. കാരണം ആൺകുട്ടികളെ സെക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും അവരെ കൊണ്ട് ഓറൽ സെക്സ് ചെയ്യിക്കുന്നതും ഏനൽ ഇൻ്റർകോഴ്സ് നടത്തുന്നതും പോർണോഗ്രാഫി കാണിക്കുന്നത് ഉൾപ്പെടെ പോക്സോ ആക്ടിൽ വരുന്നുണ്ട്. ആ ഒരു കേസിൽ പോയപ്പോൾ അതിൽ കുഞ്ഞിനെ കഴുത്ത് മുറുക്കി കൊന്നതായിരുന്നു. എന്നിട്ട് കുഴിച്ചിട്ടു, പകുതിയെ കുറച്ചേ കുഴിച്ചിട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ പട്ടി വന്ന് മാന്തിക്കൊണ്ടുപോയി, കുറേ ഭാഗം അങ്ങനെ പോയി. സ്കെൽട്ടൻ കിട്ടിയല്ല, അത് നമ്മൾ എക്സ്യൂം ചെയ്തെടുത്തതാ, കുഴിച്ചെടുത്തതാ. അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ കൊന്ന ആളിനെ വേറൊരു കേസിൽ പോലീസ് പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ അമ്മയെ പണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബ്സർവേഷനും പത്രത്തിലൊക്കെ അന്ന് വന്നത്, ന്യൂസ് ഫ്ലാഷ് ചെയ്തെല്ലാം വിഷമദ്യമാണ്, ബിവറേജിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞാണ് വന്നത്. ഒരു ബോഡി കടലിൽ പോയതാണ്, ഷിപ്പിലെ ജോലിക്കാരനായിരുന്നു, കടലിൽ പോയി. അപ്പം അതിൽ കടലിൽ പോയിട്ട് വേറൊരു രാജ്യത്താണ് ആ ബോഡി അടിഞ്ഞത്. അപ്പം അവരവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ബന്ധുക്കൾക്ക് ഭയങ്കര അലിഗേഷനാണ്, എന്തോ ഇത് മർഡറാണ്. ഇയാളുടെ വൈഫ് ഇയാളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ, മദ്യപാനം കഴിഞ്ഞുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ മദ്യത്തിനകത്തോട്ട് ഈ വിഷം ഇട്ട് വെച്ചു. മാം, ഇപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന അസ്ഥികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത്തരം കേസുകൾ മാം എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് അതിൻ്റെ എവിഡൻസ് കിട്ടാറുണ്ടോ? ആരുടെയാണ് ആ ബോഡി, എങ്ങനെ മരണപ്പെട്ടു, കൊന്നു കുഴിച്ച മണ്ണിൻ്റെ അടിയിൽ ഇട്ടതാണോ, മറ്റെന്തെങ്കിലും സംഭവിച്ച മണ്ണിൻ്റെ അടിയിൽ, എത്രമാത്രം അത് ഡീകമ്പോസ് ചെയ്ത ഒരു സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? അത് വെച്ചൊരു എവിഡൻസും കൺക്ലൂഷനിലേക്കൊക്കെ എത്താനായിട്ട് പറ്റാറുണ്ടോ? ഈ ബോഡി നമ്മൾ സാധാരണഗതിയിൽ ഒരു 18 മണിക്കൂർ വരെ അതിനൊന്നും ഡീകമ്പോസിഷൻ സംഭവിക്കത്തില്ല. ഈ ബോഡിയിൽ വരുന്ന മരണശേഷം നടക്കുന്ന ചേഞ്ചസ് വെച്ചാണ് നമ്മൾ എപ്പോഴാണ് മരണം നടന്നതെന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കാണും, 10 മണിക്ക് മരിച്ചു, ഒരാൾ 10:30 മരിച്ചു, അങ്ങനെയൊക്കെ കാണും. പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ കൃത്യമായി പറയാൻ പറ്റത്തില്ല. ഒരു 6 hours എങ്കിലും ഇന്റർവെല്ലിലാണ് പറയുന്നത്. അപ്പം ബോഡിയിൽ മരണശേഷം നടക്കുന്ന ചേഞ്ചസ് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു 18-24 മണിക്കൂർ വരെ ഒരു ഡീകമ്പോസിഷൻ, അഴുകലിൻ്റെ ഒരു പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യില്ല സാധാരണഗതി. 24 മണിക്കൂർ കഴിഞ്ഞാൽ അഴുകാൻ തുടങ്ങും ബോഡി. അപ്പോൾ അഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ പല പല ചേഞ്ചസ് വരും. കളർ മാത്രം വരും, കളർ വ്യത്യാസം വരും, ലിക്വിഡാവും, നമ്മുടെ ടിഷ്യൂ ഒക്കെ അഴുകി ദ്രവരൂപത്തിലാവും, ബോഡി കംപ്ലീറ്റ് ആയിട്ട് സ്കെലട്ടൺ പോലെ ആകും. അങ്ങനെ ഒരു ഇതുണ്ട്. അത് ഓപ്പൺ എയറിൽ കിടക്കുന്നതാണ് പെട്ടെന്ന് നമ്മൾ ഇതുപോലെ ഡീകമ്പോസിഷൻ ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ അതായത് കാറ്റുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കുഴിച്ചിട്ട ബോഡികളിൽ കുറച്ചുകൂടെ സമയം എടുക്കും. അതായത് ഇപ്പോൾ 1 മാസത്തിൽ നടക്കുന്ന ചേഞ്ച് കുഴിച്ചിട്ട ഒരു ബോഡിയിൽ 8 മാസം കഴിഞ്ഞിട്ടേ നടക്കത്തുള്ളൂ. അതായത് ആ റേഷ്യോ വെള്ളത്തിൽ കിടക്കുന്നതിനും ഡീകമ്പോസിഷൻ താമസിച്ചാണ്. പക്ഷെ നമ്മൾ എപ്പോഴും കാണുന്ന ഡ്രൗണിങ് കേസുകൾ ഡീകമ്പോസ് ചെയ്യുന്ന പെട്ടെന്നാണെന്നാണ് കാണുന്നത്. കാരണം ബോഡി എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡീകമ്പോസ്. അതെന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഡീകമ്പോസിഷൻ കുറവാണ്. പക്ഷെ എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ ഈ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഡീകമ്പോസ് ചെയ്യുമ്പോൾ പറ്റുന്ന ഈ കളർ ചേഞ്ചും, ബോഡി വീർത്ത് നമ്മൾ കണ്ടാണല്ലോ, കുമിളകൾ വരും, വീർത്ത് വരും, ഈ പുഴുക്കൾ വരും. ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് പുറമേക്കുള്ള ഇഞ്ചുറീസൊക്കെ കാണുന്നതിന് പ്രയാസം. ആ അകത്ത് ബോണിന് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക്, അല്ലെങ്കിൽ അകത്തോട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കുഴിച്ചിട്ട ബോഡി നമ്മൾ തുറന്ന് പരിശോധിക്കുന്നതിന് എക്സ്ഹ്യൂമേഷൻ എന്നാണ് പറയുന്നത്. എക്സ്ഹ്യൂമേഷൻ ചെയ്യുന്നതിനിപ്പം നമ്മളിപ്പം മരണം കഴിഞ്ഞതേ ഉള്ളൂ, പെട്ടെന്ന് ഇപ്പോൾ ഒരു പോലീസിന് ഒരിത് വരുന്നു, 2-3 ദിവസമേ ആയുള്ളൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എക്സ്ഹ്യൂമേഷൻ പോകും. കാരണം ഡീകമ്പോസിഷൻ അത്രയും കുറഞ്ഞിരിക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടെ എവിഡൻസ് കിട്ടാൻ സാധ്യത കൂടും. പക്ഷെ കുറച്ച് നാളായി, 3-4-5 മാസമായ കേസാണെങ്കിൽ നമ്മൾ അങ്ങനെ ഉടനെ പോയി ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് ഓൾറെഡി കുറേ ഡീകമ്പോസ് ചെയ്ത് കാണും. 1-2 ദിവസത്തെ വ്യത്യാസം കൊണ്ടൊന്നും സംഭവിക്കത്തില്ല. അപ്പം നമുക്ക് ഈ 2 രീതിയിലും കേസുകൾ വന്നിട്ടുണ്ട് എക്സ്ഹ്യൂമേഷന്.
ചില കേസിൽ ഉടനെ തന്നെ എക്സ്യൂം ചെയ്യണം എന്നുള്ള ഇത് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് പോയി എക്സ്യൂമേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഈ എക്സ്യൂമേഷൻ ചെയ്യുമ്പോൾ ഈ ഡീകമ്പോസിഷൻ്റെ അനുസരിച്ചാണ് നമുക്ക് അതിൽ എവിഡൻസ് കിട്ടുക. അപ്പോൾ ഈ വലിയ കുഴപ്പമൊന്നും പറ്റാത്ത കേസാണെങ്കിൽ നമുക്ക് കോസ് ഓഫ് ഡെത്ത് കൃത്യമായി കണ്ടത്. അപ്പോഴും പറ്റുന്ന ഈ നാച്ചുറലായിട്ടുള്ള കോസ്, ഹൃദയാഘാതം, ലങ്ങിന് ന്യൂമോണിയ, അങ്ങനത്തെ കോസ് നമ്മൾ ഡീകമ്പോസ് ചെയ്താൽ കിട്ടത്തില്ല. പക്ഷെ ഒരു മുറിവ്, ഏതെങ്കിലും സ്റ്റാബ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കേസസ് പ്രൂവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എക്സിമേഷന് പോയപ്പോൾ ഒരു കേസ് ഞാനും കൂടി ഒരു ചെയ്ത എക്സിമേഷനിൽ അതിൽ ഒരു അമ്മയെ കുഴിച്ചിട്ടെന്നാണ്, മകൻ നാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടെന്നാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഏതൊക്കെയോ സംശയം വന്നിട്ട് ഒരു 1 വീക്കിനകത്ത് നമ്മൾ എക്സിമേഷന് പോയി. അപ്പോൾ അധികം അഴുകി പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ റിബിന്, വാരിയെല്ലിന് പൊട്ടലും അതിൻ്റെ അകത്ത് രക്തം കട്ട പിടിച്ച് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, അത് അഴുകി പോയിട്ടില്ല. പിന്നെ കുറേ പേര് ഡെലിവറി, ഇല്ലെജിറ്റിമേറ്റ് പ്രഗ്നൻസി ഒക്കെ ഡെലിവറി ആയി ഉടനെ കുഞ്ഞിനെ കുഴിച്ചിടാറുണ്ട്. അങ്ങനത്തെ കേസുകൾ നമ്മൾ പോയി എക്സിമേഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കേസിൽ പോയപ്പോൾ അതിൽ കുഞ്ഞിനെ കഴുത്ത് മുറുക്കി കൊന്നതായിരുന്നു, എന്നിട്ട് കുഴിച്ചിട്ടു, പകുതിയെ കുറച്ചേ കുഴിച്ചിട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ പട്ടി വന്ന് മാന്തി കൊണ്ടുപോയി, കുറേ ഭാഗം അങ്ങനെ പോയി. അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ആ കേസും ട്രയൽ കഴിഞ്ഞതാണ്. അതിൽ കുഞ്ഞിനെ കൊന്നതാണെന്നുള്ളത് പ്രൂവ് ചെയ്ത. ഈ വർഷങ്ങൾ കഴിഞ്ഞ് സ്കെലിറ്റൻ ഒക്കെ കിട്ടുന്ന കേസിൽ അത് വർഷങ്ങൾ ക്രൈം തെളിയിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ടോ? വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടിയതിൽ ഒരിക്കൽ കിട്ടിയ സ്കെലിറ്റൺ, അത് പക്ഷെ കുഴിച്ചിട്ടതല്ലായിരുന്നു, ഒരു മലയുടെ അടിവാരത്തു നിന്ന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മേളിൽ ഇരിക്കാറുണ്ട്. ഒരാളെ മാൻ മിസ്സിംഗ് ആണ് കുറേ നാളായിട്ട്. അപ്പോൾ ഒരു എത്ര വർഷം? കുറേ വർഷങ്ങളായി, ഒരു 2 വർഷമെങ്കിലായി. അപ്പോൾ ഒരു സെറ്റ് സ്കെലിറ്റൺ ആണ് നമുക്ക് ആ മലയടിവാരത്ത് നിന്ന് കിട്ടിയത്, പോലീസ് കൊണ്ടുവരും. അത് എക്സാമിൻ ചെയ്യുമ്പം നമുക്ക് അതിൽ അന്ന് DNA ഇത്രയും പോപ്പുലർ ആവുന്നതിന് മുന്നേ ഉള്ള കേസാണ്. അതിൽ സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. അതായത് ഒരാളുടെ സ്കള്ളും ഒരു സസ്പെക്റ്റ് ഇന്ന ആളായിരിക്കാം എന്നുള്ളതുണ്ടെങ്കിൽ അതിനെ ടാലി ചെയ്യുന്ന, സോ ഈ ഫേസും ഈ സ്കള്ളും, ഫോട്ടോഗ്രാഫിലെ ഫേസും ഈ സ്കള്ളും കൂടെ ഒരുമിച്ച് ചേരുമോ എന്നുള്ള പറയുന്നതിനൊരു ടെസ്റ്റുണ്ട്, സൂപ്പർ ഇമ്പോസിഷൻ ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ അത് വെച്ച് ഒരേപോലെ ആണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എക്സ്ക്ലൂഷനാണ്. ടാലി ആവുന്നില്ലെങ്കിൽ ഈ ആളല്ല, ടാലി ആവുന്നെങ്കിൽ ഇയാളാകാം, അല്ലെങ്കിൽ ഇതേ ഫീച്ചേഴ്സുള്ള മറ്റൊരാളാകാം എന്നാണ് നമ്മൾ പറയുന്നത്. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ടാലി ആവുന്നില്ലെങ്കിൽ അയാളുടെ അല്ല എന്ന് പറയും. അപ്പോൾ അത് ചെയ്ത് അത് പ്രൂവ് ചെയ്ത് ഒരു പിച്ചായിരുന്നു. അയാളുടെ ദേഹത്ത് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറ്റുന്ന ഈ ഹൈറ്റിൽ നിന്ന് വീണപ്പോൾ വരാൻ പറ്റിയ തരത്തിലുള്ള ഇഞ്ചുറീസ് ആയിരുന്നു ആ കേസിലുള്ളതെന്ന് കണ്ടെത്തി. വേറൊരു കേസിൽ ക്രിമിനൽ കേസൊന്നും അല്ല, അയാൾ അറിയാതെ വീണതാണെന്നാണ് പ്രൂവ് ചെയ്തത്. വേറൊരു കേസിൽ പോയ്സണിങ് എന്നാണ് സംശയം പറഞ്ഞത്. അതും 5 വർഷത്തിന് ശേഷമാണ് ഈ ആളെ സ്കെലിറ്റൺ കിട്ടിയത്. സ്കെലിറ്റൺ കിട്ടിയല്ല, അത് നമ്മൾ എക്സ്യൂം ചെയ്തെടുത്തതാ, കുഴിച്ചെടുത്തതാ. അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ കൊന്ന ആളിനെ വേറൊരു കേസിൽ പോലീസ് പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ അമ്മയെ പണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ വിഷം കൊടുത്തതാണ്. അത് നമ്മൾ ചെയ്യുമ്പം അത് ഈ എല്ലാ വിഷങ്ങളും നമുക്ക് ഈ കുറേ കാലത്തിന് ശേഷം ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ പറഞ്ഞ് എലിവിഷം കൊടുത്തു എന്നാണ്. 5 വർഷത്തിന് ശേഷം ആണ് നമ്മൾ എക്സിമേഷന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷം നമുക്കതിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അതേസമയം ഓർഗാനോ ഫോസ്ഫറസ് പോലുള്ള പോയിസൺ ആണെങ്കിൽ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ അങ്ങനത്തെ ഓർഗാനോ ഫോസ്ഫറസ് അറിയാമല്ലോ, ഈ ഇൻസെക്ടിസൈഡായിട്ട് യൂസ് ചെയ്യുന്ന വിഷങ്ങളാണ് ഓർഗാനോ ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ. ഫ്യൂരിഡാൻ, പിന്നെ എക്കാലക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ചെടിക്കൊക്കെ അടിക്കുന്ന കീടനാശിനികളായിട്ട് ഉപയോഗിക്കുന്ന ആ കീടനാശിനികൾക്ക് വളരെ സ്മെല്ലാണ്. ആ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ അത് സാധാരണഗതിയിൽ ഹോമിസിഡലായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് വിഷമദ്യ ദുരന്തം എന്ന് പറഞ്ഞ് വന്നതാണ്. ഒരു ബിവറേജ് കോർപ്പറേറ്റിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ മദ്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചു എന്നാണ്, 2 പേര് മരിച്ചു എന്നാണ് ഹിസ്റ്ററി. അങ്ങനെ പോലീസിന്റെ ഫൈൻഡിങ് അങ്ങനെയാണ്. പോലീസിന്റെ ഒബ്സർവേഷനും പത്രത്തിലൊക്കെ അന്ന് വന്നത്, ന്യൂസ് ഫ്ലാഷ് ചെയ്തെല്ലാം വിഷമദ്യമാണ്, ബിവറേജിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ അത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ആൽക്കഹോളിന്റെ സ്മെല്ലുണ്ട്, കൂട്ടത്തിലൊരു ഇൻസെക്ടിസൈഡ്, ഈ ഓർഗാനോ ഫോസ്ഫറസ്, എക്കാലക്സ്, മോണോക്രോട്ടോഫോസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അതിൻ്റെ ഒരു പർട്ടിക്കുലർ സ്മെല്ലുണ്ട്. ഈ അരോമാറ്റിക് സ്മെല്ലെന്ന് പറയും. ഈ മണ്ണെണ്ണയുടെ പോലെ ഒരു സ്മെല്ലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ സ്മെല്ലും കൂടെ കിട്ടി. അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ബിവറേജിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു, കുറച്ച് കുടിച്ചു, എന്നിട്ട് അവിടെ വെച്ചു, പുറത്തു പോയി തിരിച്ചു വന്നു, ഒരു ഫ്രണ്ടിനെയും കൂട്ടി തിരിച്ചു വന്നു. പിന്നെ കുടിച്ചപ്പോഴാണ് ഇത് വന്നത്. ആ സമയത്ത് ഇയാളുടെ വൈഫ്, ഇയാളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ, മദ്യപാനം കഴിഞ്ഞുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ മദ്യത്തിനകത്തോട്ട് ഈ വിഷം ഇട്ട് വെച്ചു. 2 പേരും കുടിച്ചു. അങ്ങനെയാണ് മരിച്ചത്.
അല്ലാതെ അവർക്ക് രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, ഹസ്ബൻഡിനെ മാത്രം കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ രണ്ടുപേരും മരിച്ചു. അത് മൊത്തത്തിലൊരു സെൻസേഷൻ ആയത് വിഷമദ്യ ദുരന്തമാണെന്ന് പറഞ്ഞു. ഡീകമ്പോസിഷനിൽ എപ്പോഴും നമുക്കിങ്ങനെ ഇഞ്ചുറീസ് അറിയാൻ പറ്റാത്ത സാഹചര്യം വരും. ഇപ്പം സ്മോത്തറിങ് എന്ന് പറഞ്ഞ് മൂക്കും വായും അടച്ച് പിടിച്ച് കൊല്ലുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ കൊല്ലാറുണ്ട്. അതിൽ നമുക്ക് ഡീകമ്പോസ് ചെയ്തു പോയാൽ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ ഒരു കേസിലാണെങ്കിൽ ഒരു അമ്മൂമ്മയുടെ ബോഡി, ഒരു 75 ഇയർ ഓൾഡ് അമ്മച്ചി വീട്ടിൽ നിന്ന് മിസ്സിങ് ആണ്. 2-3 ഡേ 2-3-4 ദിവസമായിട്ട് മിസ്സിങ് ആണ്. അവരിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ മിസ്സിങ് ആവും എന്നുള്ളത് കൊണ്ട് മോൻ്റെ കൂടെ വഴക്കിട്ട് പുറത്തിറങ്ങിപ്പോയപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. അതൊരു അരുവിക്കര 6 കരയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അതിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് കണ്ടത് ഈ അഴുകി ബോൺ എക്സ്പോസ്ഡ് ആയി പല പാർട്സിലും, പക്ഷെ അതിലൊക്കെ ഇങ്ങനെ ഒരഞ്ഞ പാടുണ്ടായിരുന്നു. ഈ ബോണിൽ കൂടെ തന്നെ ഒരഞ്ഞ പാടുണ്ടായിരുന്നു. അത് ആൻറ്റിമോർട്ടം ആണെന്ന് മനസ്സിലാവുന്ന കണക്ക്, മരിക്കുന്നതിന് മുമ്പേ സംഭവിച്ചാണെന്ന് കൃത്യമായി മനസ്സിലാവുന്ന കണക്കുള്ള പാടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സീൻ എക്സാമിനേഷൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ആ ബോഡി കണ്ടതിന് കുറച്ച് മേളിൽ കൂടെ ഒരു റോഡുണ്ട്, ഒരു പാലവും റോഡുണ്ട്. അത് ഒരുപാട് വണ്ടികൾ പോകുന്നതാണ്. അപ്പോൾ ഇവർ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റിൽ അതെങ്ങനെയാണോ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇവരവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു വണ്ടി ഇടിച്ചിട്ട് ആ വണ്ടി അവരെ വലിച്ച് കുറച്ച് ദൂരം പോയി. എന്നിട്ടാണ് ഇവർ ആ വണ്ടിയിൽ നിന്ന് ആരോ ആണ് ആ ബോഡി എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞിരിക്കുക. മരിക്കുമ്പോൾ വെള്ളത്തിൽ വീഴുമ്പോൾ അവർക്ക് ജീവനില്ല, മരിച്ചതിന് ശേഷമാണ് ഇട്ടത്. അങ്ങനെയാണ് കണ്ടെത്തിയത്. അതിനകത്ത് മരണകാരണം ഈ ദേഹത്തുണ്ടായ മുറിവുകളാണ് മരണകാരണം. എന്തിനാ ചെയ്തത്, ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയാൻ വയസ്സിൽ നമ്മൾ ഇത്രയും കോസ് ഓഫ് ഡെത്ത് പറഞ്ഞത്. വേറെ ഒരു കേസിൽ ഒരു ബോഡി കടലിൽ പോയതാണ്. ഷിപ്പിലെ ജോലിക്കാരനായിരുന്നു, കടലിൽ പോയി. അപ്പം അതിൽ കടലിൽ പോയിട്ട് വേറൊരു രാജ്യത്താണ് ആ ബോഡി അടിഞ്ഞത്. അപ്പോൾ അവരവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ബന്ധുക്കൾക്ക് ഭയങ്കര അലിഗേഷനാണ്, എന്തോ ഇത് മർഡറാണ്, കൊന്നിട്ട് കടലിലിട്ടതാണെന്നുള്ള അലിഗേഷനാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം ഓട്ടോപ്സി, എക്സ്ഹ്യൂമേഷൻ അല്ലാതെ ഓട്ടോപ്സി പുറത്ത് ചെയ്തിട്ട് ഇവിടെ വന്ന് പോസ്റ്റ്മോർട്ടം പിന്നെയും നടത്തി. അത് ഉടനെ ചെയ്യണം എന്ന് എന്തെങ്കിലും ഉണ്ടോ? കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോ ഓട്ടോപ്സി? അല്ല, കുറേ വർഷങ്ങൾക്ക് ശേഷം ബോഡി മറവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോപ്സി നടക്കത്തില്ലല്ലോ. ഇതവരപ്പോഴേ അവിടെ സംശയം തോന്നി കുത്തിപ്പൊക്കി കേസ് അങ്ങനെ വന്നിട്ട് ഓട്ടോപ്സി എന്തെങ്കിലും ചെയ്ത കേസസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കേസുകളും ചെയ്തിട്ടുണ്ട്. ഇത് പുറത്ത് ഓട്ടോപ്സി ചെയ്താ വേറെ രാജ്യം ഞാൻ ഓർക്കുന്നില്ല കൃത്യമായി. ഓട്ടോപ്സി ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ അപ്പം തന്നെ ബന്ധുക്കൾ സംശയം പറഞ്ഞു, അല്ല കപ്പലിൽ ആരും എന്തോ ചെയ്തതാണ്, അവർക്ക് അതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ഓർഡർ പ്രകാരം ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുവന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുവരുന്ന ബോഡി എംബാം ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഡീകമ്പോസ് ചെയ്യാറില്ല. അങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്ന ബോഡികൾ. പക്ഷേ ഇത് എംബാമിങ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണോ അതോ നേരത്തെ ഡീകമ്പോസിഷൻ തുടങ്ങിയോണ്ടാണോ എന്തോ അധികം നന്നായിട്ട് ഡീകമ്പോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഓട്ടോപ്സി ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വലിയതായിട്ട് ഓർഗൻസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ എയർ പാസേജ്, ഈ ഡ്രൗണിങ്ങിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ എയർ പാസേജിലേക്ക് മണ്ണും ചെളിയും കയറും. എല്ലാ ഡ്രൗണിങ്ങിനും കയറണം എന്നില്ല, അങ്ങനെ കയറിയാൽ അത് ഡ്രൗണിങ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ എയർ പാസേജ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കണക്കായിരുന്നു, എയർ പാസേജിൽ ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മരിച്ചത് ഡ്രൗണിങ് ആണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്ന കണക്കായിരുന്നു. കൂടാതെ കൈയുടെ ഒരു ബോൺ ഒടിഞ്ഞു മാറിയിട്ടുണ്ട്. അതെങ്ങനെ ഒടിഞ്ഞു മാറി എന്നുള്ളതിനെ പറ്റിയായിരുന്നു. നേരത്തെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയതാകാം, പക്ഷെ അത് മരണകാരണമല്ല. ഇത് വെള്ളം കയറിയതാണ് മരണകാരണമായിട്ട് വന്നിട്ടുള്ളത്. അത് അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അത് ഇപ്പോഴും അന്വേഷണത്തിൽ ഇരിക്കുന്ന കേസാണ്. എങ്ങനെ സംഭവിച്ചു, കോസ് ഓഫ് ഡെത്ത് ഫുൾ ആയിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അതിന് മുമ്പ് എന്തായിരിക്കും സംഭവിച്ചെന്നുള്ളതൊന്നും അറിയാം. കോസ് ഓഫ് ഡെത്ത് ഇത് ഡ്രൗണിങ് ആണ്. അതെങ്ങനെ ചെയ്ത് വന്നതാണെന്നുള്ളത്. ഈ ഡ്രൗണിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവനോടെ വെള്ളത്തിൽ വീണോ ആണോ എന്നാണ് നമ്മൾ ഡ്രൗണിങ് എന്ന് പറയുന്നത്. അത് തള്ളിയിട്ടാലും ആക്സിഡന്റലായിട്ട് വീണാലും ചാടിയാലും എല്ലാം ഒരേ ഫൈൻഡിങ്. കുറച്ചും കൂടി സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ്, അത് മാനർ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഡ്രൗണിങ്ങിന്റെ ഒരു പ്രശ്നം. മാം, ഇപ്പോൾ ഞാൻ ഓട്ടോപ്സി റിപ്പോർട്ടല്ല ചോദിക്കുന്നത്, ഇപ്പം സെക്ഷലി അസോൾട്ടഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിഡൻസസ് കളക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ സെക്ഷലി അസോൾട്ടഡ് ആണെന്നുള്ളത് ഉറപ്പിക്കുന്നത്? ഇപ്പം കേസ് നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഫൈൻഡിങ്സിന് അവിടെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയായിരിക്കും? ഒരു ഫോറൻസിക് എക്സ്പെർട്ടിന് 2 ജോലിയാണ്. ഫോറൻസിക് പെത്തോളജി ഉണ്ട്, ക്ലിനിക്കൽ ഫോറൻസിക് മെഡിസിൻ ഉണ്ട്. ഈ സെക്ഷൽ അസോൾട്ട് സർവൈവേഴ്സിനെ അതിജീവിതകളെ എക്സാമിൻ ചെയ്യുന്നത് ക്ലിനിക്കൽ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്ന
പറയുന്ന ഭാഗമാണ്. പക്ഷേ രണ്ടും എല്ലാം ഒരേ ആൾക്കാരാണ് ചെയ്യുന്നത്. ആ സെക്ഷൽ അസോൾട്ട് സർവൈവേഴ്സിന് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പം ഉടനെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ലോക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഇഞ്ചുറീസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ അവിടുന്ന് സ്വാബ് എടുത്തിട്ട് നമ്മൾ അനാലിസിസിന് അയക്കും. അപ്പം നമുക്കതിൽ ഈ സെമൻ ആൻഡ് സ്പെർമറ്റസോവ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈ സെമൻ സ്പെർമറ്റസോവ ഡിറ്റക്ട് ചെയ്താൽ റീസെൻറ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ റീസെൻറ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടെങ്കിൽ ഈ സെമനിൽ നിന്ന് നമുക്ക് DNA എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും ഇപ്പം. അപ്പം നമുക്ക് അക്യൂസ്ഡുമായിട്ട് റിലേറ്റ് ചെയ്ത് DNA എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഈ സെക്ഷൽ പോക്സോ കേസുകളുണ്ടല്ലോ, അതായത് 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ, പെൺകുട്ടി ബോയ്സും, അത് ജെൻഡർ ന്യൂട്രലാണ്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സെക്ഷലി അബ്യൂസ് ചെയ്താൽ എക്സാമിനേഷന് കൊണ്ടുവരാറുണ്ട്. ആ കേസ് വരും 18 വയസ്സിന് താഴെയാണെങ്കിൽ. അത് 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെയും സെക്ഷൽ അസോൾട്ട് ചെയ്യും. അപ്പം നമ്മൾ ഈ ഇപ്പം നമ്മുടെ പുതിയ റേപ്പ് ലോ അമെൻഡ് ചെയ്തിട്ടുണ്ട്. പോക്സോയിലും ഉണ്ട്, റേപ്പ് ലോയിലും അമെൻഡ് ചെയ്തപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നുണ്ട്, റേപ്പ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു സാധാരണഗതിയിലുള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലാതെ തന്നെ ഓറൽ സെക്സ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ഇതെല്ലാം സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ റേപ്പിൻ്റെ ഡെഫിനിഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അല്ല, നമ്മൾക്ക് അല്ലാതൊരു ഈ വെജനൽ ഇൻ്റർകോഴ്സ് നടക്കുവാണെങ്കിൽ നമുക്ക് ഈ സ്വാബ് ആൻഡ് സ്മിയർ എടുത്താൽ സെമൻ ആൻഡ് സ്പെർമറ്റസോവ ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടുണ്ടെന്ന്, റീസെൻറ്റ് 24 മണിക്കൂറിനകത്തുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടുണ്ടെന്നും പറയാൻ പറ്റും. ഈ ഇതുവരെ സെക്ഷൽ ഇൻ്റർകോഴ്സ് എക്സ്പോഷർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ സാധാരണഗതിയിൽ ഹൈമനിൽ ടയർ വരാം. ഹൈമനിൽ ഇഞ്ചുറി വരുവാണെങ്കിൽ ആ ഇഞ്ചുറി എന്ന് വന്നതാണ് എന്ന് വെച്ചിട്ട് നമുക്ക് എന്നാണ് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നത് ഇല്ലാതെ തന്നെ ഹൈമൻ ബ്രേക്കേജ് വന്നിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ലേ? ഉണ്ടാവാം. ഹൈമൻ ഇൻ്റർകോഴ്സ് അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. കാരണം ഇപ്പം ഈ വെജനലിൻ്റെ മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഈ മറ്റേ മെൻസ്ട്രൽ കപ്പൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ ഇഞ്ചുറീസ് വരാം. അത് കൃത്യമായി നമുക്കങ്ങനെ ഇതിൽ നിന്ന് വന്നതാണ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. അതാണ് പറഞ്ഞത്. സെമൻ ആൻഡ് സ്പെർമറ്റസോവ ഡിറ്റക്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 24 മണിക്കൂറിനകത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അല്ലാത്ത രീതിയിൽ പറയാം. വയലൻ്റ് ആയിട്ട് ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ, ചെറിയ കുട്ടികളെയാണ് റേപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ എക്സ്റ്റേണൽ ഇഞ്ചുറീസൊക്കെ വളരെ കൂടുതലായിട്ട് വരാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴൊക്കെ നമുക്കത് പറയാൻ പറ്റും, ഇഞ്ചുറീസ് ഉണ്ട് എന്ന് പറയാം. പിന്നെ ഏനൽ ഇൻ്റർകോഴ്സ്, അതും ഇപ്പോൾ റേപ്പിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ബോക്സോയുടെ ഡെഫിനിഷനിൽ വരുന്നുണ്ട്. മലദ്വാരത്തിലേക്ക് ആണ് ഇൻ്റർകോഴ്സ് നടത്തുന്നതെങ്കിൽ അതും നമ്മുടെ അവിടെ മാർജിൻസൊക്കെ ഇഞ്ചുറി വന്ന് ആ ഇഞ്ചുറിയുടെ ഇത് വെച്ചിട്ടും അവിടെയും നമ്മൾ സ്വാബ് എടുത്ത് കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഓറൽ സെക്സ് ആണ് ചെയ്തതെന്നാണ് ഹിസ്റ്ററി എങ്കിൽ മൗത്തിൽ നിന്ന് സ്വാബ് എടുക്കും. ആ സ്വാബിലൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ അവിടെ ഒരു ഈ ഒഫൻസ് നടന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇതൊക്കെ 18 വയസ്സിൽ താഴെയാണെങ്കിൽ എന്തായാലും ഒഫൻസാണ്. എബവ് 18 ആണെങ്കിൽ കൺസെൻറ്റ് ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ അത് ഒഫൻസായിട്ട് വരുന്നു, റേപ്പിൻ്റെ ഇതിൽ വരുന്നു. പക്ഷേ ഈ കേസിലൊക്കെ അതിജീവിതയെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ അവരുടെ പൂർണ്ണമായ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റൂ. സമ്മതം ഇല്ലാതെ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ പ്രൈവസി വയലേഷൻ ആയിട്ടാണ് വരുന്നത്. ആൺകുട്ടികളിൽ ഇത്തരം കേസസ് വരാറുണ്ടോ? ആൺകുട്ടികളിൽ കേസ് വരാറുണ്ട്. പ്രത്യേകിച്ചും പോക്സോ വന്നതുകൊണ്ട് ആ പോക്സോയിൽ ജെൻഡർ ന്യൂട്രൽ ആണെന്ന് പറഞ്ഞല്ലോ. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ സെക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും അവരെ കൊണ്ട് ഓറൽ സെക്സ് ചെയ്യിക്കുന്നതും ഏനൽ ഇൻ്റർകോഴ്സ് നടത്തുന്നതും പോർണോഗ്രാഫി കാണിക്കുന്നതും ഉൾപ്പെടെ പോക്സോ ആക്റ്റിൽ വരുന്നുണ്ട്. ബാക്കി ഇതിലൊക്കെ നമുക്ക് അവരുടെ എവിഡൻസ് ഓറൽ സെക്സ് ചെയ്യിച്ചാണെങ്കിൽ ഓറൽ സ്വാബ് എടുക്കാൻ പറ്റും. അല്ലാതെ വജൈനൽ ഇൻ്റർകോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പം ഈ പെനിസ് വാഷ് ചെയ്തെടുക്കും. ആ വാഷിൽ വജൈനൽ എപ്പിത്തീലിയൽ സെൽസ്, ഫീമെയിൽസിൻ്റെ വജൈനയിലുള്ള സെൽസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ അതൊക്കെ ചെയ്യാൻ പറ്റും. ആ ടെസ്റ്റുകളൊക്കെ ചെയ്യും. ഈ അക്യൂസ്ഡ് ആണ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അക്യൂസ്ഡിനെയാണ് എക്സാമിനേഷന് കൊണ്ടുവരുന്നതെങ്കിലും നമ്മൾ ഇതുപോലെ പെനിസ് വാഷ് ചെയ്ത് എക്സാമിൻ ചെയ്യാറുണ്ട്. ആ എക്സാമിൻ ചെയ്യുമ്പോൾ ഡിറ്റക്ട് ചെയ്യുന്ന വെച്ചിട്ട് ഈ അക്യൂസ്ഡിനെ എക്സാമിൻ ചെയ്യുന്നതിന് നമുക്ക് കൺസെൻറ്റ് വേണ്ട. എക്സാമിൻ ചെയ്യാം. അണ്ടർ അറസ്റ്റ് ആണെങ്കിൽ, അറസ്റ്റിലാണെങ്കിൽ അക്യൂസ്ഡ് വുമൺ ആണെങ്കിൽ നമുക്ക് കൺസെൻറ്റ് ഇല്ലാതെ എക്സാമിൻ ചെയ്യാം.
സാധാരണഗതിയിൽ എല്ലാവരും ഡോക്ടർമാർ എക്സാമിൻ ചെയ്യുമ്പോൾ അവരോട് സമ്മതം വാങ്ങിയാണ് ചെയ്യുന്നത്. സമ്മതം തരുന്നില്ലെങ്കിൽ നമുക്ക് എക്സാമിൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നാണ് അതിനർത്ഥം. നമുക്ക് അങ്ങനെ എക്സാമിൻ ചെയ്യാൻ പറ്റും, അത് ചെയ്യും. പിന്നെ നമ്മൾ ഡ്രങ്കൺനെസ് സർട്ടിഫിക്കേഷന്, ഇപ്പോൾ പബ്ലിക് പ്ലേസിൽ മദ്യപിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ, ആക്സിഡൻറ്റ് വരുവാണെങ്കിൽ ഡ്രൈവറിനെ എക്സാമിനേഷന് കൊണ്ടുവരുമ്പം നമുക്ക് പോലീസിൻ്റെ റിക്വസ്റ്റിൻ്റെ പുറത്ത് മാത്രമേ ഡ്രങ്കൺനെസ്സൊക്കെ എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. വെറുതെ നമുക്ക് എക്സാമിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് അയക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ആക്സിഡൻറ്റ് വന്ന് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡോക്ടർ മാൻഡേറ്ററി ആയിട്ട് വൂണ്ട് സർട്ടിഫിക്കറ്റ് അയക്കും, പോലീസിന് അയക്കും. പക്ഷേ ഡ്രങ്കൺനെസ് സർട്ടിഫിക്കറ്റ് ചെയ്യണമെങ്കിൽ പോലീസിൻ്റെ അല്ലെങ്കിൽ അതോറിറ്റി, ജഡ്ജിൻ്റെ, കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രങ്കൺനെസ് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റും. മാം, ഈ ദൃശ്യം സിനിമ ഇറങ്ങിയതിന് ശേഷം ദൃശ്യം മോഡൽ കില്ലിങ് അല്ലെങ്കിൽ അതുപോലെയൊക്കെ ബോഡി ഒളിപ്പിക്കുക, മറവ് ചെയ്യുക, ഇത്തരം പ്രവണതകൾ ക്രിമിനൽസിൻ്റെ ഇടയിലുള്ളതായിട്ട് പോലീസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാമിന് ഏതെങ്കിലും കിട്ടിയ ഓട്ടോപ്സി റിപ്പോർട്ട് വഴി അങ്ങനെ അത്തരത്തിലൊരു വളരെയധികം പ്ലാൻ ചെയ്ത് ആ സിനിമ കണ്ട് അതിൽ ഇൻസ്പയർഡ് ആയൊക്കെ ചെയ്തിട്ടുള്ള ദൃശ്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇത്തരം സിനിമകളൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള കേസസ് മാമിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ? അങ്ങനത്തെ കേസുകളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദൃശ്യം സിനിമ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ചെയ്യുന്നത്, നമ്മൾ അത് പോലീസിനാണ് ഹിസ്റ്ററി കിട്ടുക. നമ്മളുടെ വരുമ്പോൾ കോസ് ഓഫ് ഡെത്ത് എന്തെങ്കിലും ആയിരിക്കും, ഇഞ്ചുറിയൊക്കെ. അങ്ങനെ കൊലപാതകത്തിന് ശേഷം മൊബൈൽ ഒരു സൈഡിലേക്ക് ട്രെയിനിൽ കയറ്റി വിടുക, ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് സിമെൻറ്റ് സ്ലാബ് തേച്ച് മറ്റേ സിമെൻ്റൊക്കെ തേച്ച് അടച്ച് ഭദ്രമാക്കി വെക്കുന്ന കേസുകളൊക്കെ, മാൻ മിസ്സിങ് കേസ് ട്രേസ് ചെയ്ത് ഇപ്പോൾ പോലീസിന് മനസ്സിലായെന്ന് തോന്നുന്നു, മൊബൈൽ പോകുന്ന ഡയറക്ഷനിലായിരിക്കില്ല ആളുള്ളതെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ തന്നെ ദൃശ്യം കണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും പോലീസുകാരും ദൃശ്യം കണ്ടു. അതുകൊണ്ട് അങ്ങനത്തെ കേസുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് മുമ്പ് നടന്ന ഒരു ചെയ്ത കേസ്, ഇവിടെ മർഡർ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൻ്റെ എവിടെയോ ഒരു ഭാഗത്ത് കൊണ്ടുപോയാണ് കുഴിച്ചിട്ട്, അത് ട്രിവാൻഡ്രത്ത് നിന്നൊരു ടീം പോയാണ് ഓട്ടോപ്സി ചെയ്തത്. എക്സ്യൂം ചെയ്ത് ഓട്ടോപ്സി ചെയ്യേണ്ടി വന്ന അവിടെ, കാരണം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ചവർകൂനയിൽ കുഴിച്ചിടുകയൊക്കെ ചെയ്തു. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. ചില കേസുകളൊക്കെ ചെയ്താൽ എന്നും നെവർ അൺറിസോൾവിങ് പോലെയുള്ള കേസുകളും ഉണ്ട്. അതായത് ഒരിക്കൽ ഒരു ഒബ്സ്ക്യൂർ ഓട്ടോപ്സി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഓട്ടോപ്സി നമ്മൾ എത്ര കൃത്യതയോടെ ചെയ്താലും ഒരു 5% ഓഫ് കേസിൽ നമുക്ക് മരണകാരണം കണ്ടെത്താൻ പറ്റണമെന്നില്ല. ഒരു ഒബ്സ്ക്യൂർ ഓട്ടോപ്സി എന്ന് പറയും, അതിൽ നെഗറ്റീവ് ഓട്ടോപ്സി എന്ന് പറയും. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത തരത്തിലുള്ള കാരണങ്ങൾ, അതായത് പെട്ടെന്ന് നമ്മളെ മെറ്റബോളിക് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്, യുറീമിയ, അങ്ങനെ ഈ ശരീരത്തിലെ മെറ്റബോളൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വരുന്ന മരണങ്ങൾ നമുക്ക് പെട്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ പറ്റണമെന്നില്ല. പിന്നെ ഇൻസുലിൻ പോയ്സണിങ്, ഇൻസുലിൻ എടുത്ത് ചിലർ സൂയിസൈഡ് ചെയ്യുമോ അല്ലെങ്കിൽ ഹോമിസൈഡിലായിട്ടോ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യാം, ഹെവി ഡോസ്. അപ്പോൾ എന്താ പറ്റുന്ന, ഇൻസുലിൻ കൊടുക്കുമ്പോഴത്തേക്ക് ബ്ലഡിലെ ഷുഗർ കുറയും. ഷുഗർ ഭയങ്കരമായിട്ട് കുറഞ്ഞാൽ, നമ്മൾ ഷുഗർ കൂടുന്നതിനേക്കാൾ ഡേഞ്ചറസ് ഒരു സിറ്റുവേഷനാണ് ഷുഗർ കുറയുന്നത്. ഷുഗർ കുറഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കാം. പ്രത്യേകിച്ചും രാത്രിയിലൊക്കെ ആണെങ്കിൽ ഉറക്കത്തിൽ അങ്ങ് മരിച്ചു പോവാം. അങ്ങനത്തെ കേസുകളിൽ നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ ആ ഒരു ഇഞ്ചക്ഷൻ സസ്പെക്റ്റ് ചെയ്താലേ ആ ഇഞ്ചക്ഷൻ ഒരു സൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് കുറച്ചുകൂടെ ഇൻവെസ്റ്റിഗേഷനിൽ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ആ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്കറിയാൻ പറ്റുമല്ലോ, അപ്പോൾ അവിടെ സിറിഞ്ചുണ്ട്, നീഡിലുണ്ട്, അങ്ങനെയൊക്കെയാണ് കണ്ടെത്താൻ. ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ചില കേസിൽ എന്തൊക്കെ ചെയ്താലും നമുക്ക് മരണകാരണം കണ്ടെത്തണമെന്നുമില്ല. ഒരു ചെറിയൊരു മൈനോറിറ്റി കേസുകളിൽ അങ്ങനെ മരണകാരണം കിട്ടാതെ ഇരിക്കാം, അങ്ങനെയുണ്ട്. ഒരിക്കലൊരു ഫാമിലി സൂയിസൈഡിൽ തന്നെ, സൂയിസൈഡാണോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലിയിൽ അച്ഛൻ, അമ്മ, മക്കൾ, 2 ചെറിയ കുട്ടികൾ മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഇതെന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ഹോമിസൈഡ് പാക്റ്റാണ്. ഒരാൾ ബാക്കിയുള്ളവരെ കൊന്നിട്ട് അയാൾ സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ മരിക്കാൻ തീരുമാനിക്കുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുക, ഈ രീതിയിലാണ്. ഇതിൽ എന്താണെന്നറിയാം, എല്ലാവരും കൂടെ പോയിസൺ കഴിക്കുക, ഇതൊക്കെ ഇതിലെന്താണെന്ന് നമുക്ക് മരണകാരണം കിട്ടിയതേ ഇല്ല. ഡെഫിനറ്റ് ആയിട്ടൊരു മരണകാരണം കിട്ടിയില്ല. കെമിക്കൽ അനാലിസിസിലും ഒന്നും കിട്ടിയില്ല, പത്തോളജി പരിശോധനയിലും കിട്ടിയില്ല. അത് ചിലപ്പോൾ എന്തെങ്കിലും പോയിസൺ കഴിച്ചതാവാനാണ് കൂടുതൽ സാധ്യത. ആ പോയിസൺ അവർ ഛർദ്ദിച്ച് പോയതായിരിക്കാം. അതിൻ്റെ ഒരു ട്രേസ് പോലും ബോഡിയിൽ നിന്ന് കിട്ടിയില്ല, പോസ്റ്റ്മോർട്ടത്തിലും കിട്ടിയില്ല. അങ്ങനെയൊക്കെ അതൊരു മിസ്റ്റീരിയസ് കേസ് പോലെ തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ടതങ്ങനെ മരിച്ചു എന്നുള്ളത്.
ഇനി വേറൊരു കേസിലാണെങ്കിൽ ഒരു മർഡർ കേസാണ്, മർഡർ ആണ്, റോഡരികിൽ മരിച്ചു കിടന്നു, ഇഞ്ചുറീസ് ഉണ്ട്, ഒരു പെക്യൂലിയർ പാറ്റേൺ ഇഞ്ചുറീസ് കാലിൽ കാണാമായിരുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ഇതുവരെ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയിട്ടേ ഇല്ല. എങ്ങനെയാ അത് കണ്ടത്? എങ്ങനെ വിസിബിളി? അത് എക്സ്റ്റേണൽ പുറമേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു കാലിൻ്റെ മുട്ടിൻ്റെ താഴെ അറിയാമല്ലോ, നമുക്ക് നേരെ ഇരിക്കാൻ പാട് കൂർത്തൊരു ഭാഗമാണ് വരുന്നത്. അവിടെ 6 കുത്തു പോലെ കുഴി പോലെ ഇച്ചിരി വലിയ 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ ഡയമീറ്ററിലെ കുഴി പോലെ ഒരു 6 വലത്തേക്കാലിലും ഒരു 3 ഇടത്തേക്കാലിലും ഉണ്ട്. അത് ഇതുവരെ അത് എങ്ങനെയാണ് ചെയ്തതാകാനേ വഴിയുള്ളൂ, അല്ലാതെ ഒരു ആക്സിഡന്റലായിട്ട് അങ്ങനെ വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവ്. അതും തെളിയിക്കപ്പെട്ടിട്ടില്ല എപ്പോഴും. അതും തെളിയിക്കപ്പെട്ടതായിട്ട് അറിഞ്ഞിട്ടില്ല ഇതുവരെ. മാമിന് ഏതെങ്കിലുമൊക്കെ കേസസിൽ ഭയങ്കര ഡിലമ വന്നിട്ടുണ്ടോ? തെളിവുകൾ എത്ര കിട്ടിയാലും അതിനൊരു കൺക്ലൂഷനിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ടുള്ള കേസസ് ഉണ്ടോ? ഇപ്പം ചില കേസുകളിൽ നാച്ചുറലും അൺനാച്ചുറലും കോസുള്ള കേസുകൾ വരും. അതായത് മറ്റൊരാളിനെ ഉപദ്രവിച്ചു, വളരെ ഒരു ഇഞ്ചുറി വന്നു, കൂടെയൊക്കെ ഹാർട്ട് അറ്റാക്കും വന്നു, ഹാർട്ട് അറ്റാക്കിൻ്റെ എവിഡൻസും ഉണ്ട്. അപ്പോൾ ഇതിലേത് ആദ്യം വന്നു? സാധാരണഗതിയിൽ ഇഞ്ചുറി വന്നപ്പോൾ ഉള്ള വിഷമം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചുറിക്ക് നമ്മളൊരു പ്രയോറിറ്റി, ഇഞ്ചുറി ആണ് മരണത്തിലേക്ക് നയിച്ചത്. ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കൊഴലുകൾ ചുരുങ്ങുന്ന അവസ്ഥയാണ്. ഈ രക്തക്കൊഴലുകൾ വളരെ കാലമായിട്ട് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരുന്നതായിരിക്കും. അത് പെട്ടെന്ന് ഇപ്പോൾ ഡെത്ത് ഉണ്ടാക്കാൻ ഇഞ്ചുറിയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പറയാം. പിന്നെ ചില കേസിൽ ഇതുപോലെ തന്നെ ബ്രെയിനിൽ തലച്ചോറിൽ രക്തസ്രാവം വരുന്ന കണ്ടീഷനുണ്ട്, അന്യൂറിസം എന്ന് പറയും. നമുക്ക് സാധാരണഗതിയിൽ കണ്ടെത്താൻ പറ്റത്തില്ല. വളരെ ഒരു തലവേദന സ്ഥിരമായിട്ട് വരുന്ന ഒരു 1 ലക്ഷത്തിലോ 2 ലക്ഷത്തിലോ ഒരാൾക്ക് ബ്രെയിനിൽ അന്യൂറിസം എന്ന് പറയുന്ന കണ്ടീഷനായിരിക്കാം. അത് പെട്ടെന്ന് ഒരു ദിവസം റപ്ചർ ചെയ്ത് മരണം സംഭവിക്കാം. ആ റപ്ചർ ചെയ്ത് വീണു എന്ന് വെച്ചോ, അപ്പോൾ തലയിലൊരു ഇഞ്ചുറിയും ഉണ്ട്, ബ്രെയിൻ അന്യൂറിസവും ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് ആദ്യം വന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ അന്യൂറിസം വന്നിട്ടാണോ ഇവർ റപ്ചർ ചെയ്തിട്ടാണോ ആൾ വീണത്, അതോ വീണ് ഇടിച്ചത് കൊണ്ടാണോ അന്യൂറിസം പെട്ടെന്ന് പ്രഷർ കൂടിയിട്ട് റപ്ചർ ചെയ്തതെന്ന്, അങ്ങനത്തെയൊക്കെ ഡൈലമ വരുന്ന കണ്ടീഷൻസാണ്. കൃത്യമായി ഏത് പറയാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻസാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ചില കേസുകളിൽ നമുക്ക് ഡെഫിനറ്റായിട്ടൊന്നും കാണത്തില്ല, കുറേ കാര്യങ്ങൾ കാണും, പക്ഷെ ഡെഫിനറ്റായിട്ട് നമുക്കൊരു മരണകാരണമാകാവുന്ന തരത്തിലുള്ളത് എന്ന് പറയുന്ന കാണത്തില്ല. ഈ മരണം ഉണ്ടാക്കുന്ന ഇഞ്ചുറീസിന് തന്നെ നമ്മളൊരു ഇലീഗലി പറയുമ്പോൾ ഒരു 3 എന്തായാലും മരിച്ചു പോകുന്ന തരം ഇഞ്ചുറി, തല മുറിഞ്ഞു പോയി വേർപെട്ടു, അല്ലെങ്കിൽ ബോഡി 2 വേർപെട്ടു, അതൊക്കെ എന്തായാലും മരണം ഉണ്ടാകുന്ന, പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു സെറ്റ് ഇഞ്ചുറീസ് ഉണ്ട്, അത് സഫിഷ്യൻറ്റ് മരണത്തിന് മതിയായ കാരണമാകുന്ന ഇഞ്ചുറീസ്. അതെന്ന് പറഞ്ഞാൽ ഈ വൈറ്റൽ ഓർഗൻസിന്, ബ്രെയിൻ, ഹാർട്ട്, ലങ്, ഇത് 3 നമ്മുടെ വൈറ്റൽ ഓർഗൻസ്. ഈ വൈറ്റൽ ഓർഗൻസിന് സംഭവിക്കുന്ന മുറിവുകൾ മരണത്തിലേക്ക് നയിക്കുന്നതിനാണ് കൂടുതൽ സാധ്യത. ഇതും അല്ലാത്ത ചില അത് മരണം സംഭവിക്കാനാണ്. അപ്പോൾ ഇത്തരം ഒരു മുറിവുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, പക്ഷെ എന്നാലും കൂടുതൽ സാധ്യത മരിക്കാനാണ്. അപ്പം നമ്മൾ മരണകാരണം അതായിട്ട് പറയും. പിന്നെ ചിലതരം ഇഞ്ചുറി ഉണ്ട്. ഇപ്പോൾ കാലിലൊരു ഫ്രാക്ചർ വന്നു, കാലിൻ്റെ മുട്ടിൻ്റെ താഴെ, സാധാരണഗതിയിൽ ആൾക്കാർ മരിക്കാറില്ല, അതൊരു മരണകാരണമാകുന്ന തരത്തിലല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു മുറിവ് പോലും ഒരു ഡയബറ്റിക് ആയ ഒരാൾ, അയാൾക്ക് ചിലപ്പോൾ അത് ഇൻഫെക്റ്റഡ് ആയിട്ട് പഴുപ്പ് വന്നിട്ട് മരിക്കാം. അല്ലെങ്കിൽ തന്നെ ഇയാൾ ഈ മുറിവ് വന്നതിൻ്റെ കാരണത്തിൽ ഇയാൾ അനങ്ങാതെ ഇരിക്കുവാണ്, റെസ്റ്റ് എടുക്കുവാണ്. ഇപ്പോൾ ഡോക്ടർമാരൊന്നും അങ്ങനെ അനങ്ങാതെ റെസ്റ്റ് എടുക്കാൻ പറയാറില്ലല്ലോ. എന്നുവെച്ചാൽ അനങ്ങാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ തനിയെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഇങ്ങനെ ഫ്രാക്ചർ വന്ന ആൾ ഫ്രാക്ചർ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുന്ന കാലത്ത് അത്രയും 6 ആഴ്ചയും അയാൾ അനങ്ങാതെ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, അനങ്ങാതെ തന്നെ ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ പിറ്റേന്ന് പ്ലാസ്റ്ററൊക്കെ വെട്ടിക്കഴിഞ്ഞ് കുളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് മരിച്ചു പോകും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ റെസ്റ്റ് എടുക്കുന്ന കാലത്ത് നമ്മുടെ ബ്ലഡ് അധികം ഓടുന്നില്ല, അനങ്ങാതെ രക്തക്കൊഴലിരുന്ന് രക്തം കട്ട പിടിക്കും. അത് കഴിഞ്ഞാണ് ഇയാൾ കുളിക്കാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഈ രക്തക്കൊട്ട അവിടുന്ന് രക്തം കട്ട ഇളകിയിട്ട് ഹാർട്ടിൽ പോയി അല്ലെങ്കിൽ ലങ്ങിൽ പോയി ഒബ്സ്ട്രക്റ്റ് ചെയ്യും. ലങ്ങിൽ നിന്ന് ഹാർട്ടിലേക്ക് പോകുന്ന രക്തക്കൊഴലിൽ ഒബ്സ്ട്രക്റ്റ് ചെയ്യും. ത്രോംബോ എംബോളിസം എന്നാണ് അതിന് പറയുന്നത്. അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് മരിക്കാം. അത് ശരിക്കും ഒറിജിനൽ മുറിവ് മരണകാരണം അല്ലായിരുന്നു, പക്ഷെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നപ്പോൾ മരിച്ചതാണ്. അങ്ങനെ മരണം സംഭവിക്കാം. മാം ഇപ്പം റീസെൻറ്റ് ഇയേഴ്സിൽ ഒരുപാട് ഫോറൻസിക് സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാമിൻ്റെ ഫൈൻഡിങ്സിനെയും കൺക്ലൂഷൻസിനെയും ഒക്കെ എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? പഴയതുപോലെ അല്ലല്ലോ, കുറച്ചും കൂടി എല്ലാം വിത്ത് ഈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ?
കുറച്ചും കൂടി വളരെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫോറൻസിക് മെഡിസിൻ ഡെവലപ്പ് ചെയ്തതിൽ ഇപ്പോൾ ഏറ്റവും ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ DNA ഫിംഗർ പ്രിൻറ്റിങ്. DNA വെച്ച് ഒരാളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ വികസിച്ചിട്ടുണ്ട്. പണ്ടൊരു കാലത്ത് വല്ലപ്പോഴും ഒരു കേസിലായിരുന്നു DNA ചെയ്യുന്നെങ്കിൽ ഇപ്പം എല്ലാ മർഡർ കേസുകളിലും നമ്മൾ DNAക്കായി പ്രിസർവ് ചെയ്യുകയും അൺനോൺ കേസുകളിലൊക്കെ DNA ചെയ്യുകയും ചെയ്യുന്നു. അതിന് മുന്നെയാണ് നമ്മൾ ഈ സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്തത്. DNA വളരെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം നമുക്കറിയാം പുറ്റിങ്ങൽ കേസിൽ പുറ്റിങ്ങൽ ഒരുപാട് പേര് ഡിസാസ്റ്ററായി മരിച്ചപ്പം നമുക്കും ട്രിവാൻഡ്രത്തും മെഡിക്കൽ കോളേജിൽ കുറേ കേസ് ചെയ്തു. കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് കൂടുതൽ കേസുകൾ ചെയ്തത്. അങ്ങനത്തെ കേസുകളിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാർട്ടല്ലേ, ശരീരഭാഗങ്ങളല്ലേ. ഇപ്പം നമ്മുടെ വയനാട് ഡിസാസ്റ്ററിൽ ശരീരഭാഗങ്ങളല്ലേ വരുന്നത്. അതെല്ലാം പെട്ടെന്ന് തന്നെ DNA വെച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മിസ്സിങ് ആൾക്കാരുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഇതുമായിട്ട് DNA ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വളരെ അഡ്വാൻസ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഒരു ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വിർട്ടോപ്സി അല്ലെങ്കിൽ വിർച്വൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് അത് ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ CTയും MRIയും ഉപയോഗിച്ച് മൾട്ടിപ്പിൾ സ്ലൈസസ് എടുത്തിട്ട് മൾട്ടിപ്പിൾ ബോഡിയുടെ എല്ലാ പാർട്ടും അതിനെ എക്സാമിൻ ചെയ്തിട്ട് CT MRI ഒക്കെ ഉപയോഗിച്ച് അത് വെച്ചിട്ട് ബോഡി ഓപ്പൺ ചെയ്താണല്ലോ നമ്മളിപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ആ ഓപ്പൺ ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് പകരം ഈ CT MRI ഉപയോഗിച്ച് ബോഡി എക്സാമിൻ ചെയ്ത് മരണകാരണം കണ്ടെത്തുന്ന രീതിയാണ് വിർട്ടോപ്സി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. എയിംസിലൊരു പ്രോജക്റ്റായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വിർച്വൽ ഓട്ടോപ്സി ട്രെയിനിങ്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇപ്പോഴത്തെ നിലയിൽ. ഭാവിയിൽ നമ്മുടെ നാട്ടിലും വരുമായിരിക്കും. കാരണം ഇപ്പം തന്നെ പേഷ്യൻസിന് തന്നെ CT MRIയും ചെയ്യാൻ ലോങ് ക്യൂ ആണ്. അപ്പം നമ്മൾക്ക് അത് ചെയ്യാവുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, ലിമിറ്റുണ്ട്. പിന്നെ അതാണ് അതിൻ്റെ ഒരു ഇപ്പം വരാനുള്ള ഒരു തടസ്സം. അതിൻ്റെ എക്സ്പെൻസീവ് നേച്ചറും പിന്നെ എക്സ്പെർട്ടൈസ് വേണം. ഇത് റീഡ് ചെയ്യുന്നതിന് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റില്ല രീതിയിൽ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു അസ്വാഭാവിക മരണം നടക്കുമ്പോൾ ആ ശരീരത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഫോറൻസിക് സയൻസിലൂടെ എങ്ങനെയൊക്കെ വിശകലനം ചെയ്ത് പോലീസിന് ഒരു വലിയ ഹെൽപ്പായി അതൊരു നിർണായക കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകാനായി സാധിക്കും എന്നുള്ളത് വളരെ സിമ്പിളായിട്ടും വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള മാം ഇന്ന് നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് മാം. ദാറ്റ് വാസ് വെരി നോളജബിൾ ആൻഡ് ഇൻസൈറ്റ്ഫുൾ ടോക്ക്. താങ്ക് യു.